കാർത്തിക, രോഹിണി, മകയിരം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം 1-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങൾ കാത്തിരുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയധികം പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷ ഫലപ്രകാരം ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നിൽക്കുന്നത് ചോദ്യചിഹ്നമായി തന്നെയാണ്. അതായത് പലപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുകയും മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെയധികം സങ്കീർണമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൽ തന്നെ പല ആളുകളുടെയും ജീവിതത്തെ ഇപ്പോൾ ബാധിക്കുന്നത് ഒരേ ഒരു കാര്യമല്ല, അതായത് ഒന്നിലധികം കാര്യങ്ങളും ചില സാഹചര്യങ്ങളും ചില വ്യക്തികളും ഉൾപ്പെടെ പല വിധത്തിലും നിങ്ങളുടെ സമാധാനം തകരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ 8 നക്ഷത്രക്കാർക്കും നവംബർ 1-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷപരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ നവംബർ മാസം 1-ാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇപ്പോൾ ഈ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 8 നക്ഷത്രക്കാർക്കും ഈ നവംബർ മാസത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം തന്നെ സിദ്ധിക്കുവാൻ പോകുന്നത് ശനി മംഗളയോഗമാണ്. എല്ലാവരും ഒരു മാസത്തിൻ്റെ തുടക്കത്തെ അത്രയധികം പ്രതീക്ഷയോടെ കാണുമെങ്കിലും ആ ഒരു സമയത്ത് വളരെ ശുഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമായിരിക്കും. എന്നാൽ അത്തരത്തിലൊരു മഹാഭാഗ്യമാണ് ഈ 8 നക്ഷത്രക്കാർക്കും കൈവന്നിരിക്കുന്നത്. അപ്പോൾ ഈ നവംബർ 1-ാം തീയതി ശനിയാഴ്ച ശനി മംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ ഗുണകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജീവിതത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളിൽ നിലനിൽക്കുന്ന പല പ്രതിസന്ധികളും അകലുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമാണ് ഫലപ്രകാരം കാണുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതിലൂടെ തുടർന്നുള്ള ദിവസങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായി കൊണ്ടുപോകുവാൻ കഴിയും എന്നതാണ് സത്യം. എന്നാൽ ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുള്ള കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലായി ചില പ്രതിസന്ധികളും ചില വെല്ലുവിളികളും നേരിട്ട് വന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഏതൊക്കെയോ വ്യക്തികൾക്ക് ബാധിക്കപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം മാനസികമായി പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ആ ഒരു ആരോഗ്യ പ്രശ്നം നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ ബാധിച്ചിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിലെ മറ്റുള്ള ഒരു സന്തോഷങ്ങളെയും ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല നിരന്തരം ഈ ഒരു രോഗാവസ്ഥയ്ക്ക് പുറകെ നടക്കേണ്ടി വരികയും സാമ്പത്തികമായി വളരെയധികം ചിലവ് നേരിടുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടും കഷ്ടതയും വളരെയാണ്. അത്തരത്തിൽ ആരോഗ്യപരമായ പ്രതിസന്ധികൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഏതെങ്കിലും ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ നവംബർ 1-ാം തീയതി ശനിയാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതായത് ഈ ശനി മംഗളയോഗം സിദ്ധിക്കുന്നതോടെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്
ഇതുവരെ നിലനിന്നിരുന്ന ആരോഗ്യ പ്രതിസന്ധികൾ അകലുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ തുടർന്ന് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയോടെ എല്ലാ ഇടവം രാശിക്കാർക്കും തന്നെ മുന്നോട്ടു പോകുവാനുള്ള യോഗം കൈവരികയും ചെയ്യും. പൊതുവെ നോക്കുമ്പോൾ ഈ ശനിമംഗള യോഗം കൊണ്ട് ഇടവം രാശിക്കാരിലേക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ വരിവരിയായി വന്നു ചേരുന്ന തരത്തിലാണ് കാണുന്നത്. ഇനി ഇതിൽ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് വേണ്ട രീതിയിൽ പണം നിങ്ങളുടെ കയ്യിലില്ലാത്തതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും തടസ്സം നേരിടുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ടും വളരെയധികം ജീവിത പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാമ്പത്തികമായി ഒരു ഉന്നമനം കാണുവാൻ കഴിയുകയും ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. അതായത് ഈ നവംബർ 1-ാം തീയതി തന്നെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഈ ശനിമംഗള യോഗം നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുവാൻ വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നായിരിക്കും. ഇനി പ്രത്യേകമായി ഈ ശനിമംഗള യോഗം സിദ്ധിക്കുന്നതിലൂടെ ഇടവം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെ ഗുണകരമായ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. അതായത് കരിയറിൽ ഒരു ഉയർച്ച ഉണ്ടാകുവാനായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും ഇതുവരെ ജീവിതത്തിൽ കാണുവാൻ കഴിയാതിരുന്ന ഇടവം രാശിക്കാർക്ക് പോലും ഈ നവംബർ മാസം 1-ാം തീയതി ശനിമംഗളയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം. ഇനി ഇതിൽ തന്നെ ഒരു പ്രത്യേക മേഖലയിൽ ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ എന്നില്ല. നിങ്ങളുടെ കർമ്മമേഖല ഏതായിരുന്നാലും കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും മനസമാധാനവും നിലനിൽക്കുന്ന സമയം കൂടിയായിരിക്കും ഇത്. മാത്രമല്ല ഈ ശനിമംഗള യോഗത്താൽ നിങ്ങൾക്ക് ചില മംഗളവാർത്തകൾ, ചില ശുഭകരമായ കാര്യങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തുകൊണ്ടും ഇടവം രാശിക്കാർക്ക് ഈ നവംബർ മാസം തുടക്കം തന്നെ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി രണ്ടാമതായി ഈ നവംബർ മാസം 1-ാം തീയതി ശനിയാഴ്ച ശനിമംഗളയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ഭൂരിഭാഗം ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ഭാഗ്യങ്ങളും ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ല എന്നതാണ് സത്യം. അതായത് എന്തെങ്കിലും ഒരു കാര്യം സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിന് വളരെ കാലത്തെ ആയുസ് ഉണ്ടാവാറില്ല. അതായത് ഒന്ന് നിങ്ങൾ സന്തോഷിച്ചാൽ അതിനിരട്ടിയായി എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ളവയാണ്. ഈ ചിങ്ങം രാശിയിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ മനസ്സിൽ അത്രയധികം ദുഃഖങ്ങൾ കൊണ്ടും എന്തൊക്കെയോ തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ കൊണ്ടും വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് നിങ്ങൾ നേരിട്ട് വരുന്ന ചില പ്രതിസന്ധികൾ മറ്റാരോടും നിങ്ങൾക്ക് തുറന്നു പറയുവാൻ പോലും കഴിയുന്നില്ല. അതൊരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയോ കുടുംബ പ്രശ്നങ്ങളോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളോ ആവാം. പൂരം നക്ഷത്രക്കാരുടെ അവസ്ഥയും ഒട്ടും തന്നെ മോശമല്ല. പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഇപ്പോൾ ജീവിതത്തോട് നല്ല രീതിയിൽ മല്ലടിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുകയാണ്.
ഇനി ഉത്രം നക്ഷത്രക്കാരുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സങ്ങളും അനിശ്ചിതത്വങ്ങളും വളരെയധികമാണ് ഉള്ളത്. പലപ്പോഴും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നതാണ് പറയപ്പെടുന്നതെങ്കിലും അതിൻ്റേതായ ഒരു വിധത്തിലുള്ള ഉയർച്ചകളോ നേട്ടങ്ങളോ ഇതുവരെ അനുഭവത്തിൽ വരാത്ത അവസ്ഥയാണ് ഇതിൽ പല ആളുകളും നേരിടുന്നത്. എന്നാൽ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ നവംബർ മാസം തുടക്കം കുറിക്കുമ്പോൾ തന്നെ ശനിമംഗളയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിലൂടെ മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ നവംബർ 1-ാം തീയതി ശനിയാഴ്ച ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ധനപരമായി നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ദിവസമായിരിക്കും. അതായത് ചില പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുവാനിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങൾ ചില സമ്മാനങ്ങൾക്ക് അർഹരാവുകയും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികളിൽ കാണുന്നുണ്ട്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പൂർത്തീകരണം കാണുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ പോലും വളരെ മംഗളകരമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗമാണ് ചിങ്ങം രാശിക്കാരിൽ ഈ ശനിമംഗള യോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് വളരെ ഗുണകരമായ സമയമാണ്. അതായത് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ വീട് പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. പുതിയ വീട് പണിയുന്നവർക്ക് മാത്രമല്ല, കുറച്ച് നാളുകളായി വീടിന് കുറച്ച് പുതുക്കി പണികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ടും മറ്റ് പ്രതിസന്ധികൾ കൊണ്ടും ആ കാര്യം ചെയ്യുവാൻ കഴിയാതിരുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ശനിമംഗളയോഗം കൈവരുന്നതോടെ ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ചില പുതിയ വിളവിറക്കുവാനും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. അതായത് പുതിയ രീതിയിലുള്ള ചില കാര്യങ്ങൾക്ക് ഈ ഒരു സമയത്ത് തുടക്കം കുറിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് ഒരു പരാജയം നേരിടേണ്ടി വരില്ല. എന്നാൽ ചില സമയങ്ങളിൽ ജോലി കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നതിൽ ചിങ്ങം രാശിക്കാർക്ക് ഒരുപക്ഷെ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ കഴിയുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളോ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് കൃത്യമായ തീരുമാനമെടുക്കുവാൻ സഹായിക്കുവാനും ഒപ്പം തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും നിങ്ങളോടൊപ്പം സുഹൃത്തുക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉണ്ടായിരിക്കും. അതായത് ഒരിടത്തും ഒറ്റപ്പെടേണ്ട അവസ്ഥ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാവില്ല എന്നതാണ് വാസ്തവം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ശനിമംഗളയോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുള്ള മനസ്സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന എന്തൊരു സാഹചര്യമായിരുന്നാലും അതെല്ലാം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതം ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ ശനിമംഗളയോഗത്താൽ ചിങ്ങം രാശിക്കാരെ തേടിയെത്തുന്നത്. ഇനി മൂന്നാമതായി ശനിമംഗളയോഗം സിദ്ധിക്കുന്നതോടെ ഈ നവംബർ 1-ാം തീയതി ശനിയാഴ്ച ജീവിതം തന്നെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കാലങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ കാണുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സമയമായിരിക്കും ഈ ശനിമംഗളയോഗത്താൽ വന്നു ചേരുന്നത്.
പക്ഷേ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സന്തോഷിക്കുവാൻ കഴിയുക എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവരാണ് പല കന്നിരാശിക്കാരും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് പല വ്യക്തികൾക്കും ഇപ്പോഴുള്ളത്. അതായത് ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കടം വാങ്ങാതെ ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥ. മാത്രമല്ല സ്വന്തം കുടുംബത്തിൽ പോലും ഒറ്റപ്പെടുത്തലുകളും മനസമാധാനമില്ലാത്ത അവസ്ഥകളും. അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ശനിമംഗളയോഗം പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളെയും ജീവിതത്തിലേക്ക് സമ്മാനിക്കുവാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നവംബർ 1 തീയതി ശനിയാഴ്ച കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട ദൂരയാത്രകൾ ചെയ്യുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഭാവിയെ വളരെ ഗുണകരമായി ബാധിക്കുന്നവ തന്നെയായിരിക്കും. മാത്രമല്ല ഈ ഒരു സമയത്ത് കന്നിരാശിക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ തുണയുള്ളതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പരാജയമുണ്ടാകുമെന്ന് ഭയമേ വേണ്ട. അതായത് മുൻപ് നിങ്ങൾ ശ്രമിച്ചിട്ടും പരാജയമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വീണ്ടും ആ ഒരു കാര്യം നേടിയെടുക്കുവാനായി നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ഇനി കന്നിരാശിക്കാർക്ക് ഈ ശനിമംഗളയോഗം സിദ്ധിക്കുന്ന സമയം സാമ്പത്തികമായും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിട്ടാണ് ഫലത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കയ്യിലേക്ക് ലഭിക്കേണ്ടതായിരുന്നിട്ട് പോലും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകളും മറ്റെന്തൊക്കെയോ ധനവരവുകളും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു. അതായത് തീർത്തിട്ടും തീരുന്നില്ലാത്ത തരത്തിലുള്ള കടബാധ്യതകൾ പെരുകി വന്നിരുന്ന സാഹചര്യങ്ങൾ നേരിട്ടിരുന്ന കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് ഈ നവംബർ മാസം 1 തീയതി പിറക്കുമ്പോൾ പുതിയ മാസത്തെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചിലവുകൾ മനസ്സിൽ കണക്ക് കൂട്ടുകയും എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾക്ക് ഒരു പോംവഴി കാണുക എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുകകൾ കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളിലേക്ക് വരുന്ന ഈ ശനിമംഗളയോഗം എല്ലാ വിധത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും. അതോടൊപ്പം തന്നെ വളരെ കാലമായി നിങ്ങളുമായി എന്തൊക്കെയോ തരത്തിലുള്ള വിദ്വേഷം മനസ്സിൽ വച്ചു പുലർത്തിയിരുന്ന ചില വ്യക്തികളെ കാണുവാനും ഒപ്പം തന്നെ സമാധാനത്തോടെ അവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ചില കന്നിരാശിക്കാർക്ക് ഈ നവംബർ മാസം 1 തീയതിയോടെ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെയധികം സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും. ഇനി അതുപോലെ ഈ ശനിമംഗളയോഗം സിദ്ധിക്കുന്ന സമയത്ത് വിദേശയാത്രാ തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്ന കന്നിരാശിക്കാർക്ക് നിങ്ങൾ നേരിട്ട് വന്നിരുന്ന ആ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് മുക്തി നേടുവാനും എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വിദേശയാത്ര യോഗം നിങ്ങൾക്കുണ്ടാകും. അതായത് ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ കൊണ്ട് നിങ്ങളുടെ കുടുംബം തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ ശനിമംഗളയോഗം ഫലപ്രകാരം കാണുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ശനിമംഗളയോഗം സൗഭാഗ്യകരമാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ നവംബർ മാസം 1 തീയതി തന്നെ ശനിമംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാവുകയും നിങ്ങളുടെ ആഗ്രഹം പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും
പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.